ഹലോ സന്ധ്യ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ ഇപ്പൊ ഈ സ്റ്റെയർ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഓ തമാശ. അല്ല, കോമഡി അല്ല, സീരിയസാ. ഐ എം സാബു. അറിയണമെന്നില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്, വരൂ. പത്മ സുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാൻമാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോരാ. ചിലപ്പോ അച്ഛൻ വരും. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഡാൻസ് ഒക്കെ പഠിക്കായിരിക്കും? അത് പിന്നെ അതെ, ഈ ഡാൻസ് ചെയ്യുന്ന ആ പുതിയ കുട്ടിയെ അറിയോ? ഒന്ന് പരിചയപ്പെടണമായിരുന്നു. അയ്യോ എനിക്കല്ല എവനാ. അയ്യോ അല്ല, അതെ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. സാബുവിന്റെ കസിന. അയ്യോ എവന്റെ ആരുമല്ല, ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ ഇവന്റെ ഇളക്കം. ഇല്ലടാ, ഇപ്പൊ മനസ്സിലായി. സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ്, ഞാൻ ഏറ്റു. അപ്പോഴേ സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ? എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്കിട്ട് പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്ന് അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി. ഞങ്ങളകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്നോളാം. അത് കൊള്ളാം. അവൻ ലൈൻ അടിക്കണേ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിലല്ലേ? എന്നാ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലും ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെയാ, ഒറ്റെണ്ണം സമയത്ത് വരില്ല. റാസ്കൽ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ഡ്രൈവറുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹൂ ആർ യു? താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ അതല്ല. കൊളായി. എന്തിനാണ് പെൺപിള്ളേരെ വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറ് നിറച്ച് കിട്ടിയില്ലേ? അല്ല, അവളിത്ര ചൂടാവാൻ എന്തിരിക്കുന്നു? അവളാര് ഭൂലോക രമ്പയോ? പോകാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ. കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ എന്നോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. വണ്ടി വന്നില്ലേ? ഇല്ലെങ്കിലോ? അല്ല, വെറുതെ ടൈമായി. ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയാലും രഹസ്യം പറിച്ചു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട. പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്. ദ സ്റ്റൈൽ ഓഫ് അപ്രോച്ച്. ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും. ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശനിലെ വലിയ തബലിസ്ഥാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം? താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്നയാളാ. അങ്ങനെ ഇവിടെ നിന്നതാണ് ട്രൂപ്പ് മാനേജ് ആയത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനോ കൂടൂ? വായിക്കാം. വായിക്കാന്ന് വായി നോക്കിയിരിക്കും. അതിഞ്ഞോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല, പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞു തരികയല്ലേ. അച്ഛനവണി പറ്റിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ഇങ്ങോട്ട് മതി. ആ, ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കഴിഞ്ഞും തബലിസ്റ്റാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കിയത്.
എടാ വേണ്ട ഞാൻ പറയണ കേൾക്കണ. ഒന്നായിരുന്നു എനിക്ക് അവളെ വിളിച്ച് 2 വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടാ. ഞാനെന്താ ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കാം. ഹലോ, സന്ധ്യമയങ്ങും നേരം ചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു. നിങ്ങൾ ആരാ? ഞാൻ യേശുദാസൊന്നും അല്ല, സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. പ്രേമിക്കാൻ നടക്കണ ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിക്കളെ. ചൂടാകാതടി പെണ്ണേ, നീ എന്നോട് അധികം കളിച്ചാ നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ബ്ലഡി ഫൂൾ. നിങ്ങൾ എന്നോട് സമാധാനം പറയരുത്. നാണവും നന്ദിയും ഇല്ലാത്ത മനുഷ്യൻ. ഔദാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാം. അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ എന്തു പറ്റി? ദേ, അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോൾ ഇവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ്. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ വേണ്ട അച്ഛോ. അല്ല, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഞാനൊന്നും കാണിക്കണ്ട. സാറേ, ഞാൻ പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ടോ? അല്ല സാറേ, പ്ലീസ് നടക്കാൻ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞില്ലേ? സാറിന്റെ വണ്ടി വണ്ടി ഇങ്ങോട്ട് ഞാൻ നടക്കണം. ആ വണ്ടി എടുത്ത് വരികെ. വണ്ടി വിടണം. കമ്പോളും സോറി. കലാദർശനയിലെ സാബു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാ. എങ്ങോട്ടാ? ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോളൂ. വേണ്ട, ഞാൻ കേരളോ. താങ്ക് യു. ഹലോ, ഞാനും ഒരു ആരാധകനാ. ഹലോ. പെമ്പിള്ളേരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ? ഇല്ല. നിനക്കൊക്കെ മലയാള നടന്മാരുടെ ശബ്ദാനുകരിക്കാനല്ലേ അറിയൂ. ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാണെന്ന് അറിയാമോ? അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ, ജാക്കി ഷ്രോഫ്. അയ്യോ, See you. എന്റെ ഫ്രണ്ട്സാ, ഞങ്ങളിങ്ങനെ തമാശക്ക്.